ജമ്മു കാശ്മീരിനുള്ള ഭരണഘടനാ പരിരക്ഷ ഉറപ്പാക്കുന്ന അനുച്ഛേദം 370 പൂർണ്ണമായും എടുത്തുകളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവതരിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് വസ്ത്രങ്ങൾ വലിച്ചുകീറി PDP MP ഫയാസ് ആണ് സ്വന്തം വസ്ത്രങ്ങൾ വലിച്ചുകീറി പ്രതിഷേധിച്ചത്. അമിത് ഷാ ബിൽ അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ നടപടി. ആർട്ടിക്കിൾ 35A റദ്ദാക്കാനുള്ള ബില്ലും അമിത് ഷാ അവതരിപ്പിച്ചിരുന്നു. ജമ്മു കാശ്മീരിനുള്ള ഭരണഘടനാ പരിരക്ഷ ഉറപ്പാക്കുന്ന അനുച്ഛേദം 370 പൂർണ്ണമായും എടുത്തുകളയാനുള്ള ബില്ലാണ് അമിത് ഷാ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ടായിരുന്നു അമിത് ഷാ പ്രമേയം അവതരിപ്പിച്ചത്. ഉപരാഷ്ട്രപതിക്കുള്ള വിവേചനാധികാരം ഉപയോഗിച്ചാണ് ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ സുപ്രധാനമായ നിയമനിർമ്മാണമാണ് നടക്കാൻ പോകുന്നതെന്നും അതിനാൽ തന്നെ പതിവ് ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും മാറ്റിവെച്ച് ബില്ല് അവതരിപ്പിക്കാൻ അനുമതി നൽകുകയാണെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു അറിയിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് അമിത് ഷാ ബില്ല് അവതരിപ്പിച്ചത്. വളരെ സുപ്രധാനമായ നിയമനിർമ്മാണമാണ് നടക്കാൻ പോകുന്നത് എന്നും അതിനാൽ തന്നെ പതിവ് ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും മാറ്റിവെച്ച് ബില്ല് അവതരിപ്പിക്കാൻ അനുമതി നൽകുകയാണ് എന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു അറിയിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് അമിത് ഷാ ബില്ല് അവതരിപ്പിച്ചത്. MP-മാർക്ക് നേരത്തെ വിതരണം ചെയ്യാതെയാണ് പ്രമേയം അവതരിപ്പിച്ചത്. അമിത് ഷായെ സംസാരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ അനുവദിക്കാതെ ശക്തമായ പ്രതിഷേധമുയർത്തിയിട്ടും ബഹളത്തിനിടെ അമിത് ഷാ പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. പ്രമേയത്തിന് മേൽ ഇനി വോട്ടെടുപ്പ് നടക്കും. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സംവരണ ബില്ലിന് പുറമെ 3 ബില്ലുകൾക്ക് കൂടി ഉപരാഷ്ട്രപതി അനുമതി നൽകി. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും 100% മറുപടി പറയാനും തയ്യാറാണ് എന്ന് അമിത് ഷാ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Monster.